പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ചെടികളുടെ നനയൊക്കെ കഴിഞ്ഞു. നല്ല ചൂട് കാരണം രണ്ടു നേരം നന കൊടുത്താലും ഇവരുടെയൊക്കെ മുഖം എപ്പോഴും വാടിക്കൊണ്ടിരിക്കുന്നത് കാണാം. കൊറോണ ഭീതി കാരണം മുറ്റം ക്ലീൻ ചെയ്യാൻ വരുന്ന ആളും തൽക്കാലത്തേക്ക് വിരാമമിട്ടിരിക്കുകയാണ്. എല്ലാ ജോലിയും തനിച്ച് തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എനിക്ക് പരാതിയൊന്നുമില്ല കേട്ടോ, ഞാൻ വളരെ ഹാപ്പിയാണ്. ക്ലീനിങ് കഴിഞ്ഞ് എന്തായാലും അടുക്കളയിലേക്ക്. ആദ്യം ഒരു കാലിച്ചായ റെഡിയാക്കി എടുക്കാം. കട്ടൻ ചായ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. കട്ടൻ ചായയുടെ ആള് ഞാൻ മാത്രമാണ്. രാവിലെ റിലാക്സ് ആയിട്ട് ഒരു കാലി ചായ കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ള ജോലിക്കൊക്കെ ഒരു സന്തോഷമാണ്. അതും ഏറ്റവും നല്ല ഭംഗിയുള്ള കപ്പിലാണ് എനിക്ക് ചായ കുടിക്കാൻ ഇഷ്ടം. ഒരു ദിവസം നിങ്ങളും അങ്ങനെ ചെയ്തു നോക്കൂ, അപ്പോഴറിയാം അതിൻ്റെ ഒരു സന്തോഷം. കുറച്ചു മുന്നേ ഇക്ക കൊടുത്തുവിട്ട ഉണക്കമുന്തിരിയും ബദാമുമാണ് കാലിച്ചായക്ക് എടുത്തിട്ടുള്ളത്. പുറത്ത് വെളിച്ചം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിളികളും കോഴികളും പ്രാവുകളും ഒക്കെയായി വല്ലാത്തൊരു ഫീലിംഗ് ആണ്. നനച്ചെന്നതോടെ ചെടികളൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി രാവിലത്തെ ഫുഡ് റെഡിയാക്കാൻ തുടങ്ങി. ബ്രോസ്റ്റും ബ്രെഡും കൂടെയാണ് ഇന്ന് രാവിലത്തെ ഫുഡ്. ബ്രോസ്റ്റ് തയ്യാറാക്കാനായി നമ്മൾ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് ചേർത്തതിന് ശേഷം ഒരല്പം നമുക്ക് ബ്രോസ്റ്റ് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് അതിലേക്ക് നമുക്ക് ഉപ്പ്, മുളക് പൊടി എന്നിവ ചേർത്ത് വീണ്ടും ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ബ്രെഡ് പൊടിയിൽ നന്നായി ഡിപ്പ് ചെയ്തെടുക്കാം. ബ്രെഡ് പൊടിയിൽ നന്നായി ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്കോ അതുപോലെ വാഴയിലയിലേക്കോ ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ച് കൊടുക്കാം. ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൊരിച്ച് എടുക്കാൻ പറ്റും. ഓയിൽ പാനിൽ ഒഴിച്ച് നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഇവ പൊരിച്ചെടുക്കാം. കൂടുതൽ കഷ്ണങ്ങൾ ഇട്ട് തിക്കായ രീതിയിൽ നമ്മൾ ഇതിനെ പൊരിച്ചെടുക്കരുത്. ഒരു ലൂസായ രീതിയിൽ പൊരിച്ചെടുക്കണം. ആശ്വാസത്തോടെ കൂടെ കിടന്ന് പൊരിയുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളൊക്കെ വെന്ത് നല്ലൊരു വൃത്തിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ചിക്കൻ പൊരിച്ചതും ബ്രെഡും അതിലേക്ക് മയോനൈസും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ബ്രോസ്റ്റ് ഉണ്ടാക്കി നോക്കും, നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബ്രോസ്റ്റിനേക്കാളും ഒക്കെ എത്രയോ ടേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്ന ബ്രോസ്റ്റിന്. അങ്ങനെ ഭക്ഷണം കഴിക്കലും കഴിഞ്ഞ് ബെഡും മറ്റുള്ള റൂമുകളൊക്കെ ക്ലീനാക്കി ഇനി കുളിയാണ്. അതും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാറുള്ളത്. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞു. പുറത്ത് നല്ല വെയിൽ വന്നു തുടങ്ങി. ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയതോടെ ഇതാ ഒരാൾ ഇവിടെ കാവലിരിക്കുകയാണ്. അവനൊരൽപ്പം ചോറ് കൊടുത്തു. ആർത്തിയോടെ തന്നെ അവനത് കഴിക്കുന്നുണ്ട്.
പിന്നീട് ചെറിയൊരു ഉറക്കം കഴിഞ്ഞ് എണീറ്റ് നനയെത്താത്ത പ്ലാന്റുകളെയൊക്കെ ഒന്നുകൂടെ നനച്ചു. മുറ്റത്ത് വെച്ച് പിടിപ്പിച്ച പുല്ലിന് ഉൾവശങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. കൂടുതൽ വെയിലും കൂടുതൽ മഴയും ഒക്കെ നമ്മുടെ പുല്ലിന് വളരെ ദോഷകരമാണ്. എന്നാൽ ഇത് കണ്ടില്ലേ, പുറത്ത് പുല്ല് പടരാൻ ഒരു പണിയുമില്ല. ഒരാഴ്ച ആയതേ ഉള്ളൂ പറിച്ച് നന്നാക്കി പോന്നിട്ട്. ഇന്ന് വൈകുന്നേരത്തെ ജോലി ഇതായിരുന്നു. ഇനിയുള്ള ജോലി മൊത്തം പ്ലാന്റുകളുടെ അടുത്താണ്. അവരുടെ നനയും ക്ലീനിങ്ങും ഒക്കെയാണ് വൈകുന്നേരത്തെ ജോലി. നനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വൈകുന്നേരത്തെ ചായ കുടിക്കാറുള്ളത്. ഇന്ന് മുളപ്പിച്ച പയറ് കൊണ്ട് ചെറിയൊരു വിഭവം ഉണ്ടാക്കിയെടുക്കാം. അതിനായി നമുക്ക് മുളപ്പിച്ച പയറിൻ്റെ ഇലകൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായി അരിഞ്ഞെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം ഉപ്പും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. ഇനി നമുക്കതിലേക്ക് വേണ്ടത് 2 ടീസ്പൂൺ മൈദപ്പൊടിയാണ്. അതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. കട്ടയില്ലാത്ത പരുവത്തിൽ നമ്മൾ നന്നായി ലൂസാക്കി എടുക്കണം. ഈ ഒരു പരുവത്തിൽ ആയതിനു ശേഷം നമുക്ക് ഇതിനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിനു ശേഷം ഒരല്പം വെളിച്ചെണ്ണ തടവി റെഡിയാക്കി വെച്ച മാവ് നമുക്കതിലേക്ക് ഇതുപോലെ ഒഴിച്ച് പരത്തി കൊടുക്കാം. ഇതുപോലെ നന്നായി പരത്തി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മുട്ട അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുട്ടമാവ് നമ്മൾ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ഡ്രൈ ആയി വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച പയറിൻ്റെ ഇലകൾ ഇതിന് മുകളിൽ ഇതുപോലെ വിതറി കൊടുക്കുക. ഈ ഒരു ഇല ഇല്ലാത്തവർക്ക് മുരിങ്ങ ഇല ചേർത്തും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ചുറ്റും വിതറിയതിന് ശേഷം ഒരല്പം മുളക് പൊടി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ വിതറാം. മുളക് പൊടി വേണം എന്നുള്ളവർക്ക് മാത്രം യൂസ് ചെയ്താൽ മതി. കുഞ്ഞുങ്ങൾക്കൊക്കെ മുളക് പൊടി ഇല്ലാതെയാണ് ആവശ്യമെന്ന് വെച്ചാൽ അങ്ങനെയും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ശേഷം ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഏകദേശം വെന്തു എന്ന് തോന്നിയാൽ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതിനെ നീളൻ പീസുകളായി കട്ട് ചെയ്തെടുക്കുക. വളരെ ടേസ്റ്റിയും ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയുമായ ഈ ഒരു വിഭവം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
ഇനിയും എൻ്റെ പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണണം എന്നാഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിടുക. ഇനിയും പുതിയ വീഡിയോസുമായി വരുന്നത് വരെ എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.